ദുബായ് എയർ ഷോയിലെ വ്യോമാഭ്യാസത്തിനിടെ ഇന്ത്യൻ നിർമ്മിത ലഘുയുദ്ധവിമാനം തേജസ് തകർന്നു മരിച്ച വിംഗ് കമാൻഡർ നവാം സ്റ്റാലിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചേക്കും. ഡൽഹിയിലെത്തിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം സ്വദേശമായ ഹിമാചലിലെ കാംഗ്രയിലേക്ക് കൊണ്ടുപോകും. ഭാര്യ അബ്സാനും വ്യോമസേനയിലെ പൈലറ്റാണ്. പിതാവ് ജഗന്നാഥ് സ്വാൽ ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. തേജസ് തകർന്നു വീണ സംഭവത്തിൽ വ്യോമസേന അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. പൈലറ്റിന് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കും. തദ്ദേശീയ തേജസ് MK-1 യുദ്ധവിമാനങ്ങളുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ അപകടമാണ് ദുബായിൽ ഇപ്പോൾ നടന്നത്. ദുബായ് എയർ ഷോയുടെ അവസാന ദിനം ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ സംഘവും തേജസുമാണ് വ്യോമാഭ്യാസ പ്രകടനം നടത്തിയത്. സൂര്യകിരൺ സംഘത്തിന്റെ പിന്നാലെയായിരുന്നു തേജസിന്റെ പ്രകടനം. വിമാനത്തിന് അപാകതകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അത് വേണ്ടവിധം പരിഹരിച്ചില്ല എന്ന തരത്തിലും ചില അഭ്യൂഹങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്.